7 ജില്ലകളിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നാളെ 7 ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെങ്ങാനും പുറത്തു വന്നാൽ കെട്ടിവച്ച കാശ് പോലും മലബാറിൽ നിന്നും ലഭിക്കില്ല എന്നുറപ്പായതോടെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് ആ മൊഴിയെടുക്കുന്നത് മാറ്റിവെച്ചു. ഇത് മുഖ്യമന്ത്രിയുടെ ആദ്യ കീഴടങ്ങൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുടെ മൊഴി കേരളം തന്നെ ഉറ്റുനോക്കിയ ഒന്നായിരുന്നു. ആ മൊഴിയെടുക്കുന്നത് SIT ഇന്ന് രേഖപ്പെടുത്തില്ല. മറ്റൊരു ദിവസം മൊഴി രേഖപ്പെടുത്താമെന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം ചെന്നിത്തലയെ വിളിച്ചറിയിക്കുകയായിരുന്നു. പെട്ടെന്ന് ഉദ്യോഗസ്ഥരുടെ അസൗകര്യത്തെ തുടർന്നാണ് മൊഴിയെടുപ്പ് മാറ്റിയത് എന്നാണ് വിവരം. എന്താണ് ഇവർക്ക് അസൗകര്യം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ശബരിമലയിൽ നിന്ന് കടത്തിയ ഈ സ്വർണ്ണപ്പാളികൾ പുരാവസ്തുവുമായി വിറ്റുവെന്നും 500 കോടി രൂപയുടെ മൂല്യം അതിനുണ്ടെന്നും വിവരം ലഭിച്ചതായി രമേശ് ചെന്നിത്തല തന്നെയാണ് SITയെ അറിയിച്ചത്. ഇത് സംബന്ധിച്ചുള്ള വിവരം കൈമാറാമെന്നും പറഞ്ഞ് ഫോണിലല്ല കത്ത് മുഖേനയാണ് ചെന്നിത്തല അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കാൻ SIT തന്നെ തീരുമാനിച്ചത്. ചെന്നിത്തല പറഞ്ഞ ദിവസമല്ല, SIT തന്നെ തീരുമാനിച്ച സമയവും സ്ഥലവുമാണ് ഇപ്പോൾ തിരിച്ചടി ഭയന്നതിനാൽ അവർ തന്നെ മാറ്റിയിരിക്കുന്നത്. തനിക്ക് പരിചയമുള്ള ഇന്ത്യക്ക് വെളിയിൽ വ്യവസായം നടത്തുന്ന ഒരു പ്രമുഖൻ ഇത്തരത്തിൽ വിവരം നൽകിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. അതൊക്കെ ഇന്നത്തെ മൊഴിയിൽ വ്യക്തമാകുകയാണ് വേണ്ടത്. മുൻപ് ഇത്തരത്തിൽ നൽകിയ വിവരങ്ങൾ വിശ്വാസ്യത ഉള്ളതായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ പ്രമുഖ വ്യവസായി അറിയിച്ച കാര്യങ്ങൾ SITക്ക് മുന്നിൽ കൈമാറാൻ തീരുമാനിച്ചത് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതും. അത് ആ ദിവസം ഇന്നായിരുന്നു. ഇങ്ങനെ വിവരം നൽകിയ ആളെ ചോദ്യം ചെയ്ത് വേണമെങ്കിൽ കാര്യങ്ങൾ അവർ അന്വേഷിച്ചിട്ട് കണ്ടെത്തട്ടെ. അതിനും ആ വ്യവസായിയും ചെന്നിത്തലയും ഒക്കെ തയ്യാറായി നിൽക്കുകയായിരുന്നു. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണത്തിന് രാജ്യാന്തര മാർക്കറ്റിൽ 500 കോടി രൂപ മുതൽ 1000 കോടി വരെ മൂല്യമുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതാണ് ഇന്ന് മൊഴി നൽകാൻ പോകുന്നത്. പക്ഷെ അത് കടത്തിയവർ ആര് എന്ന് ഇന്ന് വ്യക്തമാകേണ്ടതായിരുന്നു. അത്തരത്തിലൊരു വിവരം കിട്ടുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ചെന്നിത്തല SITയുടെ മുൻപാകെ പിന്നീട് കോടതിക്ക് മുൻപാകെ പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ചെറിയ തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരിച്ചടി ഭയന്ന് ഇതിന് തടയിടാൻ ഇതേ SIT തന്നെ തയ്യാറായത്. സ്വയം കാര്യങ്ങൾ പറയാൻ ഭയമുണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത് ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഈ പ്രമുഖ വ്യവസായി വിവരങ്ങളെല്ലാം കൈമാറാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നതാണ്. ഇത്രയും നാൾ അന്വേഷിച്ചിട്ടും സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആരെയൊക്കെയോ അറസ്റ്റ് ചെയ്തു. അതിൽ 2 പ്രമുഖ CPM നേതാക്കളാണ്, മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരാണ്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടും ഇവർ വിറ്റു എന്ന് പറയുന്ന സ്വർണം എവിടെയെന്ന് കണ്ടെത്തിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ച പ്രധാനപ്പെട്ട വിവരം SITയെ അറിയിക്കാൻ അവർ തീരുമാനിച്ചത്. ആ തീരുമാനം ഇന്ന് വന്നാൽ ഒരുപക്ഷെ കേരളത്തിൽ പല ആളുകളും മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ കസേരയ്ക്ക് തന്നെ ഇളക്കം തട്ടുമായിരുന്നു. പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുൻ പ്രതിപക്ഷ നേതാവ് ADGP വെങ്കടേഷിന്, അതായത് ഈ സംഘത്തെ നയിക്കുന്ന ADGP വെങ്കടേഷിന് കത്ത് നൽകിയത്. ക്ഷേത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ പുരാവസ്തു മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഘവുമായി ഇതേ ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക്, അതായത് അറസ്റ്റിലാക്കപ്പെട്ട CPM നേതാക്കൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് അറിവ് ലഭിച്ചിട്ട് അത് അറിയിക്കാനാണ് രമേശ് ചെന്നിത്തല ഇന്ന് SITയുടെ മുൻപാകെ പോകാനിരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി മുന്നോട്ട് പോകണമെന്ന് രമേശ് ചെന്നിത്തല കത്തിൽ ആവശ്യപ്പെട്ടത്. അങ്ങനെ കാണാപ്പുറത്തുള്ള രാജ്യാന്തര മാനങ്ങളെക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ്. ഇതെല്ലാം വെച്ചു നോക്കുമ്പോൾ ചെന്നിത്തല എന്ന നേതാവ് നൽകുന്ന ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം, അതായത് മലബാറിലെ 6 ജില്ലകളും അതുപോലെ തൃശ്ശൂരും നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുമ്പോൾ അത് കട്ടതാരി എന്ന് വ്യക്തമായാൽ, ജനങ്ങൾക്ക് മനസ്സിലായാൽ മുഖ്യമന്ത്രിയുടെയും CPMൻ്റെയും ഒപ്പം LDFൻ്റെയും ആഫീസ് നാളെ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിൽ പൂട്ടും എന്നുറപ്പായിരുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും മൊഴിയെടുപ്പ് നീട്ടിവെച്ചത്. അങ്ങനെ അന്വേഷണ സംഘവും രാഷ്ട്രീയം കളിക്കുന്നൊരു രീതിയാണ് ഇന്ന് കണ്ടത്. ഇത് ഹൈക്കോടതി, അതായത് നേരിട്ട് എല്ലാ മേൽനോട്ടവും വഹിച്ചുകൊണ്ട് ശബരിമലയിലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് ഗൗരവമായി കാണും എന്നുള്ളതാണ് വിശ്വാസികളായ ജനകോടികളുടെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ.